പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, തിരുസഭയുടെ ഭാവി മഹത്വത്തെക്കുറിച്ചുള്ള വലിയ ബോധ്യങ്ങളും പ്രത്യാശയും നൽകുന്ന പ്രത്യാശയുടെ ഈ ശുശ്രൂഷയുടെ പുതിയ എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ എപ്പിസോഡ് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പുള്ള 4 എപ്പിസോഡുകൾ കാണണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുകയാണ്. തിരുസഭയിൽ കാണപ്പെടുന്ന ജീർണതകളും കുറവുകളും സ്വാഭാവികമായും ഒരു മനുഷ്യൻ രീതി നമ്മൾ ഉളവാക്കുന്ന ഒത്തിരിയേറെ നെഗറ്റീവ് ചിന്താഗതികളെ മാറ്റിക്കളയുവാൻ പര്യാപ്തമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലെ പരിശുദ്ധാത്മാവ് നൽകുന്ന നല്ല ബോധ്യങ്ങൾ. നമ്മൾ വിശ്വാസികൾ മാനുഷികമായിട്ടല്ല, വിശ്വാസത്തിൽ കൂടിയാണ് കാര്യങ്ങളെല്ലാം കാണേണ്ടതെങ്കിലും നമുക്കറിയാവുന്നതുപോലെ നമ്മൾ വിശ്വാസത്തിൻ്റെ തികവിലേക്കൊക്കെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാനുഷികമായ പല ചിന്തകളും കാഴ്ചപ്പാടുകളുമൊക്കെ നമുക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ്. എങ്കിലും കർത്താവിൻ്റെ ശരീരമായ തിരുസഭയെ മാനുഷികമായി വീക്ഷിക്കാനുള്ള നമ്മളുടെ ശ്രദ്ധ അപകടകരമാണ്. സാവൂൾ അപ്രകാരം സഭയെ അപ്രകാരം കണ്ടുകൊണ്ട് അതിനെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ദൈവത്തിന് പ്രത്യേക എണ്ണ കൊണ്ട് അദ്ദേഹം ആ സഭയിലേക്ക് വരാൻ ഇടയായി തീർന്നു. ഈ എപ്പിസോഡിൽ കർത്താവിൻ്റെ സഭയ്ക്ക് വലിയ മഹത്വീകരണമുണ്ട് എന്നത് തിരുവചനങ്ങളുടെ വെളിച്ചത്തിൽ അതൊന്ന് സ്ഥിരീകരിക്കാൻ പോവുകയാണ്. ചില ഉദാഹരണങ്ങൾ കൂടി ഞാൻ പങ്കുവയ്ക്കും. കാര്യകാരണ സഹിതം സഭ മുന്നോട്ട് നീങ്ങുകയാണ്, അതിൻ്റെ ഏറ്റവും തികവിലേക്ക് നീങ്ങുകയാണ് എന്ന് നമ്മൾ തെളിയിക്കും. ഞാൻ എപ്പോഴും ഇത് തെളിയിക്കാൻ വേണ്ടി ഒരു കഥ പറയാറുള്ളത്, നമ്മളൊരു സിനിമ കാണാൻ പോകുന്നു വിചാരിക്കുക. ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്നു. ആ സിനിമയുടെ ഇൻ്റർവെല്ലിന് തൊട്ടുമുമ്പുള്ള സീൻ ഇങ്ങനെയാണ്. ആ സിനിമയിലെ വില്ലന്മാരൊക്കെ ചേർന്ന്, കുറച്ച് വില്ലന്മാർ ചേർന്ന്, പ്രധാന വില്ലനും മറ്റു കുറച്ച് പേരും കൂടി ചേർന്ന് നായകനെ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്നു. ശാരീരികമായി പീഡിപ്പിച്ച് അതാ നായകൻ മരിച്ചു എന്ന രീതിയിൽ രക്തം വാർന്നൊലിച്ച് അങ്ങ് വീഴുകയാണ്. അപ്പോഴേക്കും ഇൻ്റർവെൽ എഴുതി കാണിച്ചു. വളരെ നമുക്കിഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. ആ രീതിയിലാണ് സിനിമയുടെ പോക്ക്. ഇൻ്റർവെല്ലിലെ ഈ സീൻ നമ്മളെ ആകപ്പാടെ അസ്വസ്ഥരാക്കി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അതിലൂടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുന്നു, ഇപ്പോൾ എന്നാലും നായകനെ അങ്ങനെയൊക്കെ ചെയ്തല്ലോ, പക്ഷെ മരിക്കണ്ടായിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കഥ എന്തായിരിക്കും? ആകപ്പാടെ നമ്മളിങ്ങനെ അസ്വസ്ഥപ്പെട്ട് നടക്കുകയാണ്. അത് കഴിഞ്ഞ് ഇൻ്റർവെല്ല് കഴിഞ്ഞ് അടുത്ത സീനിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നതാണ്, മറ്റൊരാൾ, ഈ നായകനുമായി ബന്ധപ്പെട്ട് ഉള്ള മറ്റൊരാൾ വന്ന് ഈ നായകനെ രക്ഷപ്പെടുത്തുകയാണ്. നായകൻ ജീവനിലേക്ക് വരികയാണ്. അദ്ദേഹം തികച്ചും ആരോഗ്യവാനായ ശേഷം ഈ വില്ലന്മാരെല്ലാം നശിപ്പിച്ച് വിജയ ശ്രീലാളനാവുകയാണ്. നമുക്ക് സന്തോഷമായി ഹാപ്പിയായി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. നമ്മൾ രണ്ടാമതും ഈ സിനിമ കാണാൻ കയറുന്നു വിചാരിക്കുക. സിനിമയുടെ ആദ്യ ഭാഗങ്ങളെല്ലാം കഴിഞ്ഞതാ വന്ന് ഇൻ്റർവെല്ലിന് തൊട്ടുമുള്ള സീനിലേക്ക് വന്നു. വില്ലന്മാർ ചേർന്ന് നായകനെ അടിച്ച് തകർക്കുന്ന ഭാഗം നമ്മൾ കണ്ടു. എന്തെങ്കിലും അസ്വസ്ഥത നമുക്കുള്ളിൽ തോന്നുമോ? തോന്നാത്തതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ ഭാവി, ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും ബോധ്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭ ഇപ്പോൾ തകർന്ന തരിപ്പണമായി ഒരു മരിച്ചവളെപ്പോലെ കാണപ്പെടുന്നു. സംശയിക്കേണ്ടതില്ല, ഇപ്പോഴെന്നതിനേക്കാൾ പൂർവാധികം സഭ തകർന്നവളായി, ജീർണിച്ചവളായി, നാശം വന്നവളായിട്ടൊക്കെ കാണപ്പെടും. ഈ സഭയെ കണ്ടു കഴിഞ്ഞാൽ കർത്താവിൻ്റെ സഭയാണോ എന്ന് സംശയിക്കുമാറ്, ഈ സഭയിൽ നിന്ന് പുറത്തേക്ക് പോയി മറ്റ് പെന്തക്കോസ്റ്റ് ഗ്രൂപ്പുകളിലേക്കോ മറ്റ് സഭകളിലേക്കോ ഒക്കെ പോയേക്കാമെന്ന്, അല്ലെങ്കിൽ മറ്റ് റീത്തുകളിലേക്ക് വേണമെങ്കിൽ മാറിപ്പോയേക്കാമെന്ന് ചില റീത്തുകൾ ഉള്ളവർ പോലും ചിന്തിച്ചു പോകുന്ന അവസ്ഥ. അത്രമാത്രം ഈ സഭ ജീർണിച്ചവളെപ്പോലെ, തകർന്നവളെപ്പോലെ കാണപ്പെടും. എന്നാലും ഈ സഭയ്ക്ക് ഭാവിയുണ്ട്, അല്ലെങ്കിൽ എന്താണ് സഭയുടെ ഭാവി എന്ന് അതിൻ്റെ സ്ഥാപകൻ പറഞ്ഞിരിക്കുന്ന വചനത്തിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഇത് കർത്താവിൻ്റെ സഭയാണ്, കർത്താവ് സ്ഥാപിച്ച സഭയാണ്. നരക കവാടങ്ങൾ അവൾക്കെതിരെ പ്രബലപ്പെടുകയില്ല.
സഭയുടെ ഭാവിയെക്കുറിച്ച് മനോഹരമായൊരു വചനം ഈശോ പറഞ്ഞിട്ടുണ്ട് എന്നറിയാമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് നിങ്ങൾ. ആ നിങ്ങളാണ് സഭ. ഈശോ പറയുകയാണ്, യുഗാന്ത്യം വരെ ഞാൻ സഭയുടെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താണ്? യുഗാന്ത്യം വരെ ഈ സഭയുണ്ടായിരിക്കും. യുഗാന്ത്യം വരെ ഈ സഭയുടെ കൂടെ ഈശോയും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇതാണ് സഭയുടെ ഭാവി. എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം മോശപ്പെട്ട നെഗറ്റീവ് തോന്നുന്ന കാര്യങ്ങൾ സഭയിൽ സംഭവിച്ചാലും, ആകാശവും ഭൂമിയും കടന്നു പോയാലും, മാറ്റമില്ലാത്ത തിരുവചനം കൊണ്ട് ഈശോ വെളിപ്പെടുത്തിയതാണ് യുഗാന്ത്യം വരെ ഈ സഭയുണ്ടായിരിക്കും. നമ്മളതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ചില സ്ഥിതിവിവര കണക്കുകളല്ല, എന്തെങ്കിലും ഡാറ്റ നോക്കിയല്ല, നേരെ മറിച്ച് ഈശോയുടെ വെളിപ്പെടുത്തലിൽ വിശ്വസിച്ചാണ് നമ്മൾ സഭയെ അനുഗമിക്കേണ്ടത്. നമ്മൾ അവരും പറയുന്നത് കേട്ടല്ല, നമുക്കുണ്ടാകുന്ന തോന്നലുകൾ വെച്ചിട്ടല്ല. ഈശോ സഭയെക്കുറിച്ച് എന്ത് പറഞ്ഞു? സഭയുടെ ഭാവിയെക്കുറിച്ച് ഈശോ എന്ത് പറഞ്ഞു? സഭയുടെ ഭാവിയെക്കുറിച്ച് ഈശോ പറഞ്ഞിരിക്കുന്നത് യുഗാന്ത്യം വരെ ഈ സഭയുണ്ടായിരിക്കും. ഹല്ലേലൂയ. സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൽ തിരുസഭയെക്കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 8ാമത്തെ ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ പഠിപ്പിക്കുന്നത്: കാലത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തോടൊപ്പം ദൈവിക സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് സഭയും സദാ പുരോഗമിക്കുന്നു. ദൈവവചനങ്ങളുടെ തികവ് അവളിൽ സംഭവിക്കുവോളം ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ കൂടുതൽ പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സഭ നശിച്ചുകൊണ്ടിരിക്കുകയല്ല, ക്ഷയിച്ചുകൊണ്ടിരിക്കുകയല്ല, പൂർവാധിക മഹത്വത്തിലേക്ക് പടിപടിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. യുഗാന്ത്യ സമയമാകുമ്പോഴേക്കും സഭ അതിൻ്റെ സർവ്വ പ്രതാപത്തിലും പ്രത്യക്ഷപ്പെടും. ഈശോ സഭയെ സ്ഥാപിച്ചപ്പോൾ ഈ സഭയ്ക്ക് ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിച്ച പൂർണ്ണതകളെല്ലാം ഭൂമിയിൽ വെളിപ്പെടുത്തിയിട്ട് ഈ സഭ കടന്നു പോവുകയുള്ളൂ. ഹല്ലേലൂയ. വിശുദ്ധ കുത്രോസ്യ പറയുന്നത് പോലെ ആ യുഗാന്ത്യ സഭയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ അനുഗ്രഹീതർ. കാരണം അത്രമാത്രം ആ സഭയിൽ ഈശോയെപ്പോലെ തന്നെ വിശുദ്ധിയുടെ തികവിൽ ജീവിക്കുന്ന, മറ്റൊരു ഈശോ എന്ന രീതിയിൽ തന്നെ ജീവിക്കുന്ന അനേകം ആത്മാക്കൾ, പുണ്യപരിപൂർണത പ്രാപിച്ച, സ്നേഹപൂർണത പ്രാപിച്ച അനേകം ആത്മാക്കൾ ആ യുഗാന്ത്യ സഭയിലുണ്ടായിരിക്കും. കത്തോലിക്ക സഭയിലെ 4 വിശുദ്ധരെങ്കിലും ഒരേ കാര്യം യുഗാന്ത്യ സഭയെ നോക്കി പ്രവചിച്ചിട്ടുണ്ട്. തിരുസഭയുടെ അതുവരെയുള്ള കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള എല്ലാ വിശുദ്ധരെയും അതിശയിക്കുന്ന, അതിലംഘിക്കുന്ന മഹാവിശുദ്ധർ ലോകാവസാനത്തിലുണ്ടാകും. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട്, വിശുദ്ധ വിൻസെൻ്റ് ഫെറർ, വിശുദ്ധ ബെർണാഡ്, വിശുദ്ധ കുത്രേസ്യ, ഈ 4 വിശുദ്ധരും ഒരേ കാര്യം പറഞ്ഞിരിക്കുകയാണ്. 4 നൂറ്റാണ്ടുകൾ ജീവിച്ചിരുന്ന ഈ 4 വിശുദ്ധരും യുഗാന്ത്യ സഭയെ നോക്കി ഒരേ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഒറ്റ കാര്യം പറഞ്ഞിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? ലോകാവസാന സമയത്ത് അതുവരെ സഭയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വിശുദ്ധരേക്കാൾ ഉയർന്ന, ഉപയോഗിക്കുന്ന വാക്ക് മഹാവിശുദ്ധർ എന്നാണ്. ആദിമസഭയിൽ വിശുദ്ധരുണ്ടായി, യുഗാന്ത്യ സഭയിൽ മഹാവിശുദ്ധരുണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെ സഭ അതിൻ്റെ ഏറ്റവും മഹത്വീകരിക്കപ്പെടുന്ന, അതിൻ്റെ സർവ്വപ്രതാപം വെളിപ്പെടുന്ന ഒരു സമയത്തിലേക്ക് നീങ്ങുമ്പോഴാണ് സാത്താൻ്റെ ദുഷ്പ്രേരണ കൊണ്ട് സഭയിലുള്ള അനേക മക്കൾ ഈ സഭ നശിച്ചു പോകുന്നു, ക്ഷയിച്ചു പോകുന്നു എന്ന രീതിയിൽ വളരെ നിരാശരായി കഴിയുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഈ പ്രവചന സന്ദേശം നമുക്ക് നൽകുമ്പോൾ അതിൽ ഹൃദയപൂർവ്വം വിശ്വസിച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടി, പ്രത്യാശയോടുകൂടി സഭയുടെ ഭാവിയിൽ സംഭവിക്കുന്ന വലിയ മഹത്വത്തെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് സാധിക്കണം. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകണം, പത്രോസ്ലീഹായെ ആദ്യം കാണുമ്പോൾ അന്ന് ശെമയോൻ എന്നായിരുന്നു പേര്. നമുക്കറിയാം ശെമയോൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാങ്ങണ എന്നാണ്. ശെമയോനെ ആദ്യം കാണുമ്പോൾ ഈശോ വിളിക്കുന്ന പേര് പത്രോസ് എന്നാണ്. ശെമയോനെ ഈശോ കാണും, കാരണം ശെമയോൻ എന്ന് പറഞ്ഞാൽ ഞാങ്ങണ. ആ ശെമയോൻ ഞാങ്ങണയെ കണ്ടിട്ട് പത്രോസ് എന്ന് ഈശോ വിളിച്ചു. കാരണം ഈ ഞാങ്ങണയ്ക്കകത്ത് ഒരു പത്രോസ് ഇരിക്കുന്നത് ഈശോ കണ്ടു. പ്രിയമുള്ളവരെ,
അതുപോലെ ഒരു ഞാങ്ങളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴാകഴാന്നൊക്കെ തോന്നിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഈ സഭയിൽ കാണപ്പെട്ടാലും ഈശോ നോക്കുന്നത് പോലെ ഈ സഭയ്ക്കകത്തൊരു പാറ കാണാൻ നമുക്ക് പറ്റണം. അതിനുള്ള വലിയ അഭിഷേകം ഈ എളിയ വചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ ഭാവി പ്രത്യാശയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഈ ഒരു പ്രത്യാശ അനേകം പേരിലേക്ക് പകരുന്ന വലിയ പ്രേക്ഷിതർ ഈ ശുശ്രൂഷയിലൂടെ രൂപപ്പെടട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ് തന്നെ അതിനുള്ള ജ്ഞാനവും അഭിഷേകവും നിങ്ങൾക്ക് നൽകട്ടെ. ഹല്ലേലൂയ.